ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ആരറിയാനാ? പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ITR ഫയൽ ചെയ്തില്ലെങ്കിൽ അത് അറിയേണ്ടവർ കൃത്യമായി അറിയുകയും ചെയ്യും. എങ്ങനെയെന്നല്ലേ പറയാം. നമ്മുടെയൊക്കെ ഒട്ടുമിക്ക ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമ്മുടെ പാൻ, അതായത് പെർമനന്റ് അക്കൗണ്ട് നമ്പറിനെ ബന്ധിപ്പിച്ചാണ് നടക്കാറുള്ളത്. നമ്മുടെ സാലറി, ബാങ്ക് അക്കൗണ്ട്, ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയ എല്ലാം ഈ പാൻ ലിങ്ക്ഡ് ആണ്. പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതോ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ല 4K റെസൊല്യൂഷനിൽ കാണാൻ പറ്റും. നമ്മുടെ തളപതി വിജയുടെ കത്തി എന്ന മൂവിയിലെ ഈ ബ്ലൂ പ്രിന്റ് സീൻ പോലെ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ പറ്റി അറിയാൻ പല മാർഗങ്ങളുണ്ട്. ബാങ്ക്സ്, കമ്പനീസ്, ഈവൻ നമുക്ക് സാലറി തരുന്ന നമ്മുടെ എംപ്ലോയർ പോലും. ഇങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ പറ്റി വ്യക്തമായി അറിഞ്ഞ് നമുക്ക് ജനറേറ്റ് ചെയ്തിരുന്ന 2 സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. AIS ആൻഡ് TIS. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഫോം 26AS കുറിച്ചും ഫോം 16 കുറിച്ചും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ITR ഫയൽ ചെയ്യുന്നതിന് മുൻപ് നിർബന്ധമായും പരിശോധിക്കേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് AIS ആൻഡ് TIS. ആദ്യമേ എന്താണ് AIS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്? AIS എന്നത് നമ്മുടെ ഓരോ ഫിനാൻഷ്യൽ ഇയറിന്റെയും ഒരു ഫിനാൻഷ്യൽ സ്നാപ്ഷോട്ട് ആണ്. നമ്മുടെ ഒരു വർഷത്തെ വരുമാനവും അതിൽ നിന്ന് പിടിച്ചിട്ടുള്ള ടാക്സും ഒക്കെ ഓരോ സ്രോതസ്സും കൃത്യമായി നമുക്ക് AIS കാണാം. നമ്മുടെ ഓരോ വരുമാനത്തെക്കുറിച്ചും, അതിപ്പോ ഷെയർസോ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സോ ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും, നമ്മുടെ സാലറി, കമ്മീഷൻ, ബാങ്ക് ഇൻട്രസ്റ്റ്, ഡിവിഡന്റ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും, നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും, ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിമാൻഡോ റീഫണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും, നമ്മൾ പോലും ഓർക്കാത്ത നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് AIS. ഈ പറഞ്ഞ AISന്റെ ഒരു സിംപ്ലിഫൈഡ് സ്നാപ്ഷോട്ട് അല്ലെങ്കിൽ സമ്മറി വേർഷൻ ആണ് TIS അഥവാ ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറി. നമ്മുടെ വരുമാനങ്ങളെ കൃത്യമായി ക്രോഡീകരിച്ച് അക്കമിട്ട് കാണിച്ചു തരും ഇവ. എന്തിനാണ് AISഉം TISഉം? ക്ലിയർ ആൻഡ് ക്ലീൻ ITR ഫയലിംഗ്. നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഡീറ്റെയിലും വിട്ടുപോകാതെ കൃത്യമായി ITR ഫയൽ ചെയ്യാൻ ഇവ സഹായിക്കും. ഇവയിലുള്ള ഏതെങ്കിലും വരുമാനത്തെക്കുറിച്ച് നമ്മൾ മിണ്ടാതിരുന്നാൽ, അറിയാതെയാണെങ്കിൽ പോലും ആ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാൻ വിട്ടുപോയാൽ ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. ഇനി ഇവ എങ്ങനെ ആക്സസ് ചെയ്യാം? അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ AIS ആൻഡ് TIS പരിശോധിച്ച് കൃത്യമായി ITR ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻകം ടാക്സ് ആൻഡ് GST റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായി ഫോളോ ടാക്സ് ടോക്സ് വിത്ത് റൊണാൾഡ്. താങ്ക് യു.